ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻഡഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ 3 പേരും ഡ്രസ് ഇട്ടിട്ടാണ് ഉള്ളത്. അവിടെ സ്കൂളിലെ നേഴ്സ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ആരെങ്കിലും ബുള്ളി ചെയ്തതാണോ എന്ന്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. അപ്പൊ അവിടെ ഒരു സ്റ്റാഫ് വന്ന് ആ നേഴ്സിനോട് അവരെ ടീച്ചേഴ്സ് മീറ്റിംഗിന് വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കണ്ട് നേഴ്സ് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഡോർ നോക്ക് ചെയ്യാതെ അകത്തേക്ക് വരരുതെന്ന്. ശേഷം ആ നേഴ്സ് അയാളെ തല്ലുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. ദെൻ മോമോ നേരത്തെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ ആകുന്നു. കൂടെ ഐറയും ഇനി തന്റെ ഇമേജ് എന്താകുമെന്ന് ആലോചിച്ച് ടെൻഷൻ ആകുന്നു. മോമോ പറയുന്നു, എല്ലാം ആ ഏലിയൻസ് കാരണമാണ്. എങ്കിലും അവർ എന്തിനാണ് നമ്മുടെ പിന്നാലെ വരുന്നത്? ഇത് കേട്ട് ഓക്കാറൂൺ, ഇത്തവണ അവർ എനിക്ക് വേണ്ടിയാണ് വന്നത്. അവർക്ക് ടെർബോഗനിയുടെ പവർ ആണ് വേണ്ടത്. അതുകൊണ്ടാണ് അവർ നമ്മളെ അറ്റാക്ക് ചെയ്തത്. ദെൻ മോമോ ഐറയോട്, നീ എങ്ങനെയാണ് ആക്രോബാറ്റിക് സിൽക്കിയുടെ പവർ യൂസ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഐറ, ആ ഏലിയൻസുമായുള്ള ഫൈറ്റിലാണ് ഞാൻ ആ പവർ അവേക്കൺ ചെയ്തത്. എനിക്ക് ആ പവർ കിട്ടിയത് ഞാൻ ചോസൻ വണ്ണായതുകൊണ്ടാണ്. ഇത് കേട്ട് മോമോ ഐറയുടെ ശരീരത്തിൽ ആക്രോബാറ്റിക് സിൽക്കിയുടെ ഓറ പാസ് ചെയ്തത് കൊണ്ടാണ് അവൾക്ക് സിൽക്കിയുടെ പവർ ലഭിച്ചതെന്ന് പറയുന്നു. ദെൻ ഒക്കാറൂൺ പറയുന്നു, ഏലിയൻസ് ഇപ്പോ ഐറയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഐറ, ഒക്കാറൂൺ എന്നെ ഓർത്ത് ടെൻഷൻ ആകുന്നു. ഒക്കാറൂൺ പറയുന്നു, നമ്മൾ കഴിഞ്ഞ പറ്റി രക്ഷപ്പെട്ടത് നമ്മുടെ കയ്യിൽ യോക്കായി ഗോസിന്റെ പവർ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ കയ്യിൽ ഈ പവർ ഉള്ളിടത്തോളം ഏലിയൻസ് വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇത് കേട്ട് മോമോ, അവർക്ക് ഗോസിന്റെ പവർ വേണമെങ്കിൽ അവർക്ക് നേരെ ഗോസിനെ അറ്റാക്ക് ചെയ്താൽ പോരെ, എന്തിനാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്? ഇത് കേട്ട് ഒക്കാറൂൺ എന്തോ മനസ്സിലാകുന്നു. ഒക്കാറൂൺ പറയുന്നു, ഏലിയൻസിന്റെ കയ്യിൽ വളരെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജീസ് ഉണ്ട്. ബട്ട് അവർ ഇതുവരെ എർത്തിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇതിന് കാരണം എർത്തിൽ പലതരത്തിലുള്ള യോക്കായി ഗോസ്റ്റ് ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഈ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. സോ സിമ്പിൾ ആയി പറഞ്ഞാൽ പ്രേതങ്ങളാണ് ഭൂമിയെ ഏലിയൻസിന്റെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത്ര ടെക്നോളജി ഉണ്ടായിട്ടും ഏലിയൻസിന് യോക്കായി ഗോസ്റ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് അവർ ഒക്കാറൂണിനെ പോലുള്ള ആളുകളെ പിടിച്ച് അവരിൽ എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു പുതിയ ടെക്നോളജി നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. അതുപയോഗിച്ച് യോക്കായി മോൺസ്റ്ററെ ഡിഫീറ്റ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. ഒക്കാറൂൺ പറയുന്നു, എനിക്ക് തോന്നുന്നു എന്റെ ബോളും ഏതെങ്കിലും ഏലിയൻ എടുത്തിട്ടുണ്ടാകുമെന്നാണ്. ഇത്രയും പറഞ്ഞിട്ടും മോമോക്കും ഐറക്കും ഒക്കാറൂൺ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. അവർ വീണ്ടും ഹാളിൽ വെച്ച് നടന്ന കാര്യത്തെ പറ്റി ഓർത്ത് ടെൻഷൻ ആകുന്നു. ഐറ പറയുന്നു, ഞാൻ എല്ലാവരോടും മോമയാണ് ഇതിന് പിന്നിലെന്ന് പറയും, കാരണം നീയാണ് എന്നോട് ഡ്രസ് അയക്കാൻ പറഞ്ഞത്. ഐറ ഒക്കാറിനോടും ഇത് തന്നെ പറയാൻ ആവശ്യപ്പെടുന്നു. ബട്ട് ഇത് കേട്ട് മോമോ, എനിക്കൊരു പ്രോബ്ലവും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഐറയുടെ ഫ്രണ്ട്സ് വരുന്നു. അവരും ഇത് മോമോ ചെയ്തതാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഐറയെ കൊണ്ടുപോകുന്നു. ദെൻ മോമോ ഒക്കാറിനോട്, നീയും ഐറയും ലഞ്ച് ടൈമിൽ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടു ഒക്കാറൂൺ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഐറ എന്നെ കിസ് ചെയ്യാൻ ശ്രമിച്ചു, ഞാൻ ഐറയെ തടയാൻ ശ്രമിച്ചു, അങ്ങനെ ഞങ്ങൾ താഴേക്ക് വീണു. അതാണ് അന്ന് മിസ് ആയാസെ കണ്ടത്. ഇത് കേട്ടു മോമോ, അതൊക്കെ ഓക്കെ, ബട്ട് നീ അവിടെ ഫസ്റ്റ് എന്താണ് ചെയ്തത്? ഇത് കേട്ടു ഒക്കാറൂൺ, ഞാൻ പുഷപ്പ് ചെയ്യുകയായിരുന്നു, കാരണം എനിക്ക് സ്ട്രോങ് ആവണം. ഇത് കേട്ടു മോമോ, ബട്ട് നീ എന്തിനാണ് അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ഒക്കാറൂൺ പറയുന്നു, ഞാൻ കരുതി നിങ്ങൾ അറിയാതെ സ്ട്രോങ് ആയാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൂളാകുമെന്ന്. ഇത് കേട്ടു മോമോ ഒക്കാറൂനെ കളിയാക്കാൻ തുടങ്ങുന്നു. മോമോ ചോദിക്കുന്നു, നീ എന്തിനാണ് എന്റെ മുന്നിൽ കൂളാകാൻ ശ്രമിക്കുന്നത്? ഇതിന് ഒക്കാറൂൺ പറയുന്നത് അവരൊരു ആണായത് കൊണ്ടാണെന്നാണ്. ശേഷം ഒക്കാറൂൺ, ഞാൻ ക്ലാസ്സിൽ പോവുകയാണ്, ഞാൻ ആരോടും നിങ്ങളെ പറ്റി മോശമായി സംസാരിക്കില്ല. ഇത് കേട്ട് മോമോ ഒക്കാറൂൺ എന്ന് വിളിക്കുന്നു. ബട്ട് അവർ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇരിക്കെ അവിടെ മോമോയുടെ ഫ്രണ്ട്സ് വരുന്നു. അവർ മോമയോട് ചോദിക്കുന്നു, നീ ഞങ്ങളുടെ കൂടെ ക്ലാസ്സിലായിരുന്നു, ബട്ട് നിന്നെ പെട്ടെന്ന് കാണാനില്ല. അതുമാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും നേക്കഡായി ഹാളിൽ എന്താണ് ചെയ്തത്? ഇത് കേട്ട് മോമോ, ഞാനിത് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകില്ല. ഇത് കേട്ട് മോമോയുടെ ഫ്രണ്ട്, എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവൾക്ക് തോന്നിയ കാര്യം അവൾ പറയുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഡിയിലെ ഐറയെ അറിയാമോ? ഇത് കേട്ട് മോമോ ഐറയെ അറിയാമെന്ന് പറയുന്നു. ഇത് കേട്ട് മോമോയുടെ ഫ്രണ്ട്, എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ക്ലാസ് ഡിയിലെ ഐറയും നിങ്ങളെ പോലെ നേക്കഡ് ആയിരുന്നു. ഇതിനർത്ഥം മോമോയും ഒക്കാറൂണും ഐറയും ഇപ്പോൾ ഒരു ലവ് ട്രയാങ്കിളിലാണ്. മോമോയും ഐറയും ഒക്കാറിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഐറയുടെ ക്ലാസ്സിൽ എല്ലാവരും ഐറയോട് അവൾക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഐറ തന്റെ ക്യൂട്ട്നെസ് ഇട്ട് എനിക്കിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ബട്ട് ഐറ മനസ്സിൽ പറയുന്നു, എന്റെ പോപ്പുലാരിറ്റി കൊണ്ട് ഞാൻ തന്നെ ഇംപ്രസ് ആയി, കാരണം ഇത്രയും സംഭവിച്ചിട്ടും ആരും എന്നെ തെറ്റായി കാണുന്നില്ല. ഇങ്ങനെ ഇരിക്കെ ഐറയുടെ ഫ്രണ്ട്, ഇതിന് കാരണം മോമോ അയാസയാണെന്ന് പറയുന്നു. ഇങ്ങനെ അത് കേട്ട് ക്ലാസ്സിൽ എല്ലാവരും മോമയെ പറ്റി മോശമായി സംസാരിക്കുന്നു. അവൾ ഐറയോട് ചെയ്തതിന് നമ്മൾ പകരം ചോദിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഐറയ്ക്ക് ഇതൊക്കെ കേട്ട് എന്തോ ഫീൽ ആകുന്നു. അവർ മോമയെ പറ്റിയുള്ള ഫേക്ക് റൂമേഴ്സിനെ പറ്റി സംസാരിക്കുന്നു. ഇത് കേട്ട് ഐറ ആ ഫേക്ക് റൂമേഴ്സ് താനാണ് സ്പ്രെഡ് ചെയ്തതെന്ന് പറയുന്നു. ഐറ പറയുന്നു, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്, സോ ആരും മോമയാസെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് ഐറ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് അവിടെയുള്ളവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഐറ വെളിയിലിരുന്ന് സങ്കടപ്പെടുന്നു, കാരണം അവൾ തന്നെ തന്റെ പോപ്പുലാരിറ്റി കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ അവിടെ മോമോ വരുന്നു. മോമോ ചോദിക്കുന്നു, നിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഇത് കേട്ട് ഐറ, ഞാൻ നിന്നെ പറ്റി വളരെ മോശമായി സംസാരിച്ചു, ഇപ്പോൾ എന്റെ ക്ലാസ്സിലുള്ളവർക്ക് നിന്നോട് വെറുപ്പാണ്. ഐറയുടെ സംസാരം കേട്ട് ഐറ തന്നെ പറ്റി മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മോമോ
മോമോക്ക് മനസ്സിലാകുന്നു. ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ അവിടെ ബോക്സിംഗ് ഏലിയൻ വരുന്നു. ബോക്സിംഗ് ഏലിയൻ പറയുന്നു, എനിക്ക് വെറും കൈയോടെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല, എനിക്ക് എന്റെ ഫാമിലിയെ നോക്കാൻ പണം വേണം. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബോക്സിംഗ് ഏലിയന്റെ ശരീരത്തിൽ നിന്ന് ഒരു വൈറ്റ് കളർ ലിക്വിഡ് വരുന്നുണ്ട്. അയറ പെട്ടെന്ന് തന്നെ ആക്രോബാറ്റ് സിൽക്കായി മാറുന്നു. ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോൾ ബോക്സിംഗ് ഏലിയൻ അവിടെ മയങ്ങി വീകുന്നു. ദെൻ ആ ബോക്സിംഗ് ഏലിയൻ തന്റെ മകനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ ഏലിയൻ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. ബോക്സിംഗ് ഏലിയന്റെ ശരീരത്തിൽ മുറിവാരോ കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ ബോക്സിംഗ് ഏലിയൻ മോമയുടെ വീട്ടിലാണുള്ളത്. മോമ തന്റെ മുത്തശ്ശിയോട് പറയുന്നു ഇതൊരു ഏലിയൻ ആണെന്ന്. ബട്ട് മുത്തശ്ശി പറയുന്നു ഇതൊരു ഏലിയൻ ഒന്നുമല്ല, മറിച്ച് ഒരു കാപ്പയാണ്. ഇത് കേട്ടോ കാറൂൺ ചില തിയറീസിൽ കാപ്പ യഥാർത്ഥത്തിൽ ഏലിയൻ ആണെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ബോക്സിംഗ് ഏലിയൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഇത് കണ്ട് ടെൻഷനായി മോമോ, ഞങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കണ്ട, ഇത്തവണ എന്റെ കൂടെ എന്റെ മുത്തശ്ശിയുണ്ട്. ഇത് കേട്ട് ഏലിയൻ താഴേക്ക് നോക്കുമ്പോൾ അവിടെ അവൻ ഫുഡ് കാണുന്നു. ഇത് കണ്ട് മോമോ, ഞങ്ങൾക്കറിയില്ല ഏലിയൻസ് ഏത് ടൈപ്പ് ഫുഡാണ് കഴിക്കാറുള്ളതെന്ന്, അതുകൊണ്ട് ഞങ്ങൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ട് ആ ബോക്സിംഗ് ഏലിയൻ കരയാൻ തുടങ്ങുന്നു. ഏലിയൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ ആരും എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകി, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇനി ഫൈറ്റ് ചെയ്യില്ല. ഇതും പറഞ്ഞ് ഏലിയൻ ആ ഭക്ഷണം കഴിക്കുന്നു. ദെൻ അവർ കുറച്ചുകൂടി ഭക്ഷണം ഉണ്ടാക്കുന്നു. ഏലിയൻ അതൊക്കെ കഴിക്കുന്നുണ്ട്. ബട്ട് അവൻ കഴിക്കുമ്പോൾ അത് മോശമാണ് എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഇത് കണ്ട് മുത്തശ്ശി അവനെ തല്ലുന്നു. മറുഭാഗത്ത് ടർബോഗാനി ഒക്കാറുവിനെ തല്ലുന്നു. ഇവിടെ മോമയുമായും ഫുഡിന് വേണ്ടി തല്ലുണ്ടാക്കുന്നു. ശേഷം ഏലിയൻ അവൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറയുന്നു. ബോക്സിംഗ് ഏലിയൻ പറയുന്നു തന്റെ മകന് ഒരു രോഗമുണ്ട്, അവൻ ബാത്റൂമിൽ പോകുമ്പോൾ അവന്റെ യൂറിനോടൊപ്പം അവന്റെ ബ്ലഡും പോകും, ഇത് കാരണം അവന് ഡെയിലി പുതിയ ബ്ലഡ് കൊടുക്കണം, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ മരണപ്പെടും. ബോക്സിംഗ് ഏലിയന്റെ ഭാര്യയും ഈ രോഗം കാരണമാണ് മരണപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. എന്റെ മകന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എനിക്ക് കുറെ പണം വേണം, എന്റെ പ്ലാനറ്റിൽ ഇപ്പൊ വാർ നടക്കുകയാണ്, അതുകൊണ്ട് അവിടെ ഒരു ജോലിയുമില്ല, ഇതുകൊണ്ടാണ് ഞാൻ എന്റെ നാട് വിട്ട് വെളിയിൽ വന്നത്. ദെൻ ബോക്സിംഗ് ഏലിയൻ പറയുന്നു ഞങ്ങൾക്ക് പവർഫുൾ ആയ ബോഡി ഉണ്ട്, ഇത് കാരണം ഞങ്ങൾ മെയിൻലി ബോഡി ഗാർഡിന്റെ ജോബാണ് ചെയ്യാറുള്ളത്. ബട്ട് അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ വീക്കാണ്, അതുകൊണ്ട് കമ്പനീസ് ഒന്നും എന്നെ പോലുള്ളവരെ ഹയർ ചെയ്യില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രിമിനൽസിന് വേണ്ടി റിസ്ക് ഉള്ള ജോലികൾ ചെയ്യേണ്ടി വരും. ഞാൻ വീക്കായതുകൊണ്ടാണ് എന്റെ ഭാര്യ മരണപ്പെട്ടത്, ഞാൻ നിങ്ങളൊക്കെ വേദനിപ്പിച്ചു, ഞാൻ വീക്കായതുകൊണ്ടാണ് എന്റെ മകന് ഈ ഗതി വന്നത്, എല്ലാം എന്റെ തെറ്റാണ്, ഞാൻ വെറും യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞ് ബോക്സിംഗ് ഏലിയൻ സ്വയം പൈചാരുന്നു. ഇത് കേട്ട് ഒക്കാറൂൺ ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. ഒക്കാറൂൺ പറയുന്നു ഞാൻ വേണമെങ്കിൽ എന്റെ ബനാന നിങ്ങൾക്ക് തരാം, അത് വിറ്റ് ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ ചികിത്സിക്കാൻ സാധിക്കും. ഇത് കേട്ട് മോമോ, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഈ ഏലിയൻ പറഞ്ഞത് വെച്ച് അവന്റെ മകന് ഡെയിലി ബ്ലഡ് റീഫിൽ ചെയ്യണം, നിന്റെ ബനാന ഉപയോഗിച്ച് അവർക്ക് കുറച്ച് നാളത്തേക്ക് ജീവിക്കാൻ സാധിക്കും, ബട്ട് ഇതൊരു സൊല്യൂഷൻ അല്ല, നിനക്ക് തോന്നുന്നില്ലേ ഇത് മീനിങ്ലെസ് ആണെന്ന്? ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ബോക്സിംഗ് ഏലിയൻ പറയുന്നു മോമോ ആയാസെ പറഞ്ഞതാണ് ശരി, എനിക്ക് എന്റെ മകനെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് പ്രോപ്പറായ ഒരു ജോലി ലഭിക്കണം. ഒക്കാറും പറഞ്ഞതിൽ ഏലിയൻ ഹാപ്പി ആകുന്നു. ദെൻ ബോക്സിംഗ് ഏലിയൻ ഞാൻ നിങ്ങളെ ഇനി ഒരിക്കലും ഹേർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പൊ മുത്തശ്ശി അവനെ തടയുന്നു. എന്നിട്ട് പറയുന്നു നിന്റെ ബ്ലഡിന് നല്ല രീതിക്ക് സ്മെല്ല് വരുന്നുണ്ട്, നമ്മൾ മുമ്പ് കണ്ട വൈറ്റ് കളർ ലിക്വിഡ് ആണ് ഈ ബോക്സിംഗ് ഏലിയന്റെ ബ്ലഡ്. മുത്തശ്ശി പറയുന്നു ഞാൻ ഈ ബ്ലഡ് മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പാല് ആ ഏലിയന്റെ മുൻപിൽ വെക്കുന്നു. അത് കുടിച്ചതും ഏലിയൻ ഹാപ്പി ആകുന്നു, കാരണം ഇതാണ് അവന്റെ ബ്ലഡ്. ഇത് കേട്ട് എല്ലാവരും ഷോക്ക് ആവുന്നു. മുത്തശ്ശി പറയുന്നു ബോക്സിംഗ് ഏലിയന്റെ ബാൻഡേജിൽ പാലിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു, ഇതിനർത്ഥം ബോക്സിംഗ് ഏലിയന്റെ ബ്ലഡ് പശുവിന്റെ പാലാണ്. ശേഷം മുത്തശ്ശി പറയുന്നു എനിക്കൊരു ഡയറി ഫാർമറെ അറിയാം, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പശുവിനെ വാങ്ങിത്തരാം, അതുകൊണ്ട് നിന്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആകും. ഇത് കേട്ട് ബോക്സിംഗ് ഏലിയൻ കരയാൻ തുടങ്ങുന്നു. അടുത്ത സീനിൽ ആ ബോക്സിംഗ് ഏലിയൻ ആ പശുവിനെയും കൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. പോകുന്നതിന് മുമ്പ് ബോക്സിംഗ് ഏലിയൻ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. ആൻഡ് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ബോക്സിംഗ് ഏലിയൻ അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പൊ 3 പേരും മുത്തശ്ശിയോട് പുതിയ യൂണിഫോം വാങ്ങിത്തരാൻ ആവശ്യപ്പെടുന്നു. ഇത് കണ്ട് മുത്തശ്ശി അയാൾക്കും ഒക്കാറിനും വാങ്ങിത്തരാമെന്ന് പറയുന്നു. മോമോക്ക് യൂണിഫോം വേണമെങ്കിൽ മോമോ ഹിറോഷി ആബെ എന്ന ആക്ടറെ പോലെ ആക്ട് ചെയ്യാൻ മുത്തശ്ശി പറയുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് മോമയും അതിന് സമ്മതിക്കുന്നു. അപ്പോൾ അവിടെ ആരോ കോളും ബെല്ലടിക്കുന്നു. ഇത് കണ്ട് മുത്തശ്ശി ഈ ലുക്കിൽ തന്നെ അത് ആരാണെന്ന് നോക്കാൻ മോമയോട് പറയുന്നു. ഇതിനെ തുടർന്ന് മോമയും ഡോർ തുറന്ന് ആരാണെന്ന് നോക്കുമ്പോ അതൊരു ആൺകുട്ടിയാണ്. ഇത് കണ്ട് മോമോ ജിജി നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കണ്ട് മുത്തശ്ശി ഓ നീ വന്നോ? ഇത് കണ്ട് ഒക്കാറൂൺ ഇത് ആരാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് മുത്തശ്ശി മോമയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്ന് പറയുന്നു. ആൻഡ് മോമയുടെ ഫസ്റ്റ് ക്രഷും. ഇത് കേട്ട് ഒക്കാറൂൺ ടെൻഷൻ ആകുന്നു. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.